ഇന്ത്യ US ബന്ധം കൂടുതൽ വഷളാകുന്നതിന്റെ ഇടയിൽ ഇപ്പോൾ ട്രംപ് തന്റെ വിശ്വസ്തനായ വ്യക്തിയെ ഇന്ത്യയിലെ പുതിയ US അംബാസഡറായി നിയമനം നടത്തി. തൊട്ടു പിന്നാലെ ഇപ്പോൾ രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് ശതകോടീശ്വരനായ മുൻപ് ട്രംപിന്റെ വിശ്വസ്തനൊക്കെ ആയിരുന്ന ഇലോൺ മസ്ക് രംഗത്ത് വന്നിരിക്കുകയാണ്. പുതിയ അംബാസഡറായ സെർജിയോ ഗോറിനെ വിഷപ്പാമ്പ് എന്ന് മസ്ക് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ ഈ വിഷയത്തിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ട്രംപും മസ്കും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ കഥകളാണ് പുറത്തു വരുന്നത്. മസ്ക് എന്തുകൊണ്ട് അദ്ദേഹത്തെ വിഷപ്പാമ്പ് എന്ന് വിളിച്ചു എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും. അതിനായി നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. സുരക്ഷാ ക്ലിയറൻസിന് പുറമെ തന്നെ ഉദ്യോഗസ്ഥ നിയമനത്തിലും ഇതുവരെയും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയും നിയമന രീതികളെ ചൊല്ലിയുള്ള മന്ത്രിസഭാ യോഗത്തിൽ ഗോറിനെ മസ്ക് ശാസിക്കുകയും ചെയ്തിരുന്നു. മസ്കിന്റെ സുഹൃത്തായ ജറേഡ് എന്ന വ്യക്തി നാസയുടെ തലപ്പത്തേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് റദ്ദാക്കിയതാണ് ഇരുവരും തമ്മിലുള്ള മറ്റൊരു തർക്ക വിഷയമായി പറയുന്നത്. അതുപോലെ തന്നെ ഇതിനു മുൻപേ തന്നെ ഡെമോക്രാറ്റുകൾക്ക് നൽകിയ സംഭാവനകളെ കുറിച്ചുള്ള ഒരു ഫയൽ ഗോർ പ്രസിഡന്റ് ട്രംപിനെ സമർപ്പിച്ചെന്നും ഇതാണ് നാമനിർദ്ദേശം പിൻവലിക്കാൻ കാരണമായതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇത് മസ്കിനെ കൂടുതൽ പ്രകോപനത്തിലാക്കിയെന്നും വ്യക്തമാകുന്നു. ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്ത് നിന്നുകൊണ്ട് മസ്ക് രാജിവെച്ചതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഗോറുമായുള്ള ഒരു തർക്കമായിരുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. നികുതിയായും അതുപോലെ ചിലവും സംബന്ധിച്ച് ബഡ്ജറ്റ് ബില്ലിൽ ട്രംപുമായുണ്ടായ പരസ്യമായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു രാജിവെച്ചത്. ഈ ബില്ലിൽ ബജറ്റ് കമ്മി വർദ്ധിപ്പിക്കുമെന്നും ചിലവുകൾ കുറയ്ക്കാനാകുമെന്നുമുള്ള ശ്രമങ്ങളെ തുരങ്കം വെക്കുമെന്നും മസ്ക് വാദം നടത്തിയിരുന്നു. ഏതാനും മാസങ്ങളായി തന്നെ വൈറ്റ് ഹൗസിലെ പേഴ്സണൽ ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്നു സെർജിയോ ഗോർ. അതേപോലെ തന്നെ 32കാരനായ ഗോർ ആകട്ടെ വൈറ്റ് ഹൗസിലെ വളരെയധികം ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ശക്തനായ ഒരു നേതാവായി മാറുകയും ചെയ്തത് വളരെ പെട്ടെന്നായിരുന്നു. ട്രംപിനോടുള്ള കൂറ് ഉറപ്പിക്കാൻ വേണ്ടി ഏകദേശം 4000-ഓളം സർക്കാർ നിയമനങ്ങളിൽ അദ്ദേഹം സുരക്ഷാ പരിശോധനകൾ നടത്തിയിരുന്നു. ഇത് ഗോറിന് മിത്രങ്ങളെയും ശത്രുക്കളെയും ഒക്കെ തന്നെ ഒരുപോലെ നേടാൻ കഴിഞ്ഞു. എന്നാൽ മസ്കും ട്രംപും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇന്നും തുടർന്നു പോരുകയും ഈ ഏറ്റുമുട്ടലിനുണ്ടായ കഥകൾ അടക്കം ഇപ്പോൾ പുറത്തു വരികയുമാണ് ചെയ്യുന്നത്. ഗോറിനെ പാമ്പെന്ന് മസ്ക് വിശേഷിപ്പിച്ചത്, അതായത് വിഷജീവി എന്ന അർത്ഥത്തിലാണ് മസ്ക് ഈ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഗോറുമായി ട്രംപിനുണ്ടായ ഒരു ബന്ധം അത് ഇലോൺ മസ്കിനെ വളരെയധികം അസ്വസ്ഥനാക്കുകയും ആ അസ്വസ്ഥത നിറഞ്ഞ സ്വഭാവം കൊണ്ട് തന്നെ അദ്ദേഹം ഗോറിന് എതിരെ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായ സാഹചര്യത്തിലെ കുറേയധികം കഥകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ആയിരക്കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ രേഖകൾ പരിശോധിച്ചിട്ടും വൈറ്റ് ഹൗസ് പേഴ്സണൽ ഓഫീസറിന്റെ ഡയറക്ടറായ സെർജിയോ ഗോർ സ്വന്തം രേഖകൾ പൂരിപ്പിച്ച് നൽകിയില്ല എന്ന റിപ്പോർട്ടിന് പിന്നാലെയായിരുന്നു മസ്കിന്റെ പാമ്പ് എന്ന വിശേഷണം കൊണ്ട് രംഗത്ത് വരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ വൈറ്റ് ഹൗസ് തള്ളിക്കളയുകയും ഗോറിന്റെ ക്ലിയറൻസ് നിലവിലുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത്രയധികം സ്വാധീനം ഉണ്ടായിട്ടും ഗോറിന് വിദേശ നയങ്ങളിൽ കാര്യമായ പരിചയമില്ല എന്നതായിരുന്നു മറ്റൊരു വസ്തുത. ട്രംപിന്റെ വിദേശ യാത്രകളിൽ പങ്കെടുത്തതും സംശയത്തിന്റെ നിഴലിൽ ഉണ്ടായിരുന്ന ദേശീയ സുരക്ഷാ കൗൺസിൽ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതും മാത്രമാണ് വിദേശ കാര്യങ്ങളിലുള്ള ഗോറിന്റെ എടുത്തു പറയാനാകുന്ന ഒരു പരിചയം എന്ന് പറയുന്നത്. ഇതൊന്നും കണക്കിലെടുക്കാതെ തന്നെയാണ് ഇപ്പോൾ ഗോറിനെ ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യത്തിന്റെ അംബാസഡറായി നിയമിച്ചിരിക്കുന്നത്. ഇതും വലിയൊരു ആശങ്കകൾക്ക് കാരണമായിരിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ US അംബാസഡറായി നിയമിതനാകുന്ന വ്യക്തി അത്രയധികം പരിചയസമ്പന്നതയുള്ള ഒരു വ്യക്തി ആയിരിക്കണമെന്നിരിക്കെയാണ് അത്ര പോലും പരിചയമില്ലാത്ത അല്ലെങ്കിൽ ട്രംപിന്റെ കാര്യങ്ങളിൽ പോലും അത്രയധികം ഇടപെട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ ഈ ഒരു സ്ഥാനത്തേക്ക് ഈ ഒരു തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോൾ മസ്ക് ആകട്ടെ ഇദ്ദേഹത്തെ വിഷപ്പാമ്പ് അല്ലെങ്കിൽ വിഷജീവി പാമ്പിനോടായി താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതയും അത്തരം ഒരു വിഷം നിറഞ്ഞ രീതിയായിരിക്കുമെന്ന് തന്നെ വിലയിരുത്താം. ആയതിനാൽ തന്നെ ഇപ്പോൾ ഇന്ത്യ US ബന്ധം കൂടുതലധികം വഷളായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഗോറിനെ കൊണ്ട് വലിയൊരു തലവേദന സൃഷ്ടിക്കാൻ ആകുമോ എന്ന ആശങ്കയും മറ്റൊരു സൈഡിൽ നിലനിൽക്കവെയാണ് ഇക്കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഉസ്ബെക്കിസ്ഥാനിൽ ജനിച്ച ഗോർ ആകട്ടെ കുട്ടിക്കാലത്ത് മാൾട്ടയിലേക്ക് താമസം മാറുകയും പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. റിപ്പബ്ലിക്കൻ രാഷ്ട്രീയത്തിൽ ജീവിതം കെട്ടിപ്പടുത്ത അദ്ദേഹമാകട്ടെ സെനറ്റർ റാൻഡ് പോളിനൊപ്പം തന്നെ പ്രവർത്തിക്കുകയും പിന്നീട് ട്രംപിന്റെ ഫണ്ട് ശേഖരിക്കുന്ന ആളാകുകയും ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ
വളരെയധികം പ്രാധാന്യമായി പിന്നീട് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രംപ് ഭരണകൂടത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജോർജ് കൊനത്ത് ഗൽബ്രയത്ത്, അതുപോലെ സാമൂഹിക ശാസ്ത്രജ്ഞനായ ഡാനിയൽ പാട്രിക്, ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു പട്ടികയിലേക്ക് ഇന്ത്യയിലെത്തിയ പ്രമുഖ US അതായത് സ്ഥാനാധിപന്മാരുടെ ഈ ഒരു നിരയിലേക്ക് ഗോറും താമസിക്കാതെ എത്തുമെന്നാണ് ഇവർ ഇതിലൂടെ തന്നെ വിശേഷണം അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രസിഡന്റ് ജോ ബൈഡൻ തിരഞ്ഞെടുത്ത എറിക് ഗാർസിറ്റി ലോസ് ഏഞ്ചൽസിലെ മുൻ മേയറും ചെറുപ്രായത്തിൽ ഹിന്ദിയും ഉറുദുവും ഒക്കെ പഠിച്ച ഒരാളായിരുന്നു. ഗാർസിറ്റി ഈ വർഷം ജനുവരിയിൽ വിരമിച്ചെങ്കിൽ പോലും പകരം അംബാസിഡറെ ഇതുവരെ നിയമിച്ചിരുന്നില്ല. അതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ അംബാസിഡറായി തന്നെ, അല്ലെങ്കിൽ താൽക്കാലിക ചുമതലയിൽ ഉണ്ടായിരുന്ന ആളിനെ മാറ്റിക്കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇവിടെ ഈ ഒരു ചുമതലയിൽ നിയമിതനാക്കിയിരിക്കുന്നതും. അതിനിടയിലാണ് മസ്ക് ഇത്തരത്തിലൊരു വിശേഷണം നൽകിയതായുള്ള വാർത്തകളും പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.